വെറും 48 വയസ്സ് മാത്രമുള്ള ഡാനിയേൽ ബാലാജി എന്ന വില്ലനായി കസറിയ നടന്റെ അപ്രതീക്ഷിതമായ മരണത്തിന്റെ ഞെട്ടലിലാണ് തമിഴ് സിനിമാ ലോകം. വെള്ളിയാഴ്ച രാത്രി ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈയിലെ കൊട്ടിവാകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് ഡാനിയേൽ ബാലാജി. വില്ലൻ റോളുകൾ അടക്കം ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും കൂടി 40ഓളം ചിത്രങ്ങൾ ഡാനിയേൽ ബാലാജി ചെയ്തിട്ടുണ്ട്. ടെലിവിഷനിലൂടെയാണ് കരിയർ ആരംഭിച്ചത്. രാധിക ശരത് കുമാർ പ്രധാന വേഷത്തിൽ എത്തിയ തമിഴിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ ചിത്തിയിലാണ് അഭിനയം തുടങ്ങിയത്. 2003 ഏപ്രിൽ മാസത്തിലാണ് അഭിനയ തുടക്കം. സീരിയലിൽ ഡാനിയേൽ എന്ന കഥാപാത്രത്തിന്റെ പേര് TC ബാലാജിയെ ഡാനിയേൽ ബാലാജിയാക്കി. സംവിധായകൻ സുന്ദർ സി ആയിരുന്നു ഇങ്ങനെ പേര് മാറ്റിയത്. അലൈകൾ എന്ന സീരിയലിലെ ഇദ്ദേഹത്തിന്റെ റോളും അക്കാലത്ത് ഏറെ ശ്രദ്ധേയമായി. പക്ഷേ ബാലാജിയുടെ സിനിമാ പ്രവേശം നടൻ ആയിട്ടായിരുന്നില്ല. കമൽഹാസന്റെ മുടങ്ങിപ്പോയ ബിഗ് ബജറ്റ് ചിത്രമായ മരുതനായകത്തിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത്. ഏപ്രിൽ മാസത്തിലാണ് ആദ്യ സിനിമ. കാതൽ കൊണ്ടൻ എന്ന ധനുഷ് നായകനായ ചിത്രത്തിലെ ചെറുവേഷം ശ്രദ്ധേയമായി. പിന്നാലെ ഗൗതം മേനോന്റെ കാക്ക കാക്കക്കുയിൽ എന്ന സിനിമയിൽ സൂര്യയുടെ സുഹൃത്തായ പോലീസ് ഓഫീസറുടെ വേഷം ഏറെ ശ്രദ്ധേയമായി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വില്ലൻ വേഷങ്ങളിലൂടെയാണ് ഡാനിയേൽ ബാലാജി തമിഴ് സിനിമയിൽ തന്റെ സാന്നിധ്യമായത്. വേട്ടയാട്, വിളയാട്, പൊല്ലാത്തവൻ, പയ്യ, വട ചെന്നൈ, ബിഗിൽ എന്നീ ചിത്രങ്ങളിൽ ഇദ്ദേഹം ചെയ്ത വേഷങ്ങൾ ശ്രദ്ധേയമാണ്. ബ്ലാക്ക്, നവംബർ റെയിൻ, ഫോട്ടോഗ്രാഫർ, ഭഗവാൻ, ക്രൈം സ്റ്റോറി തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലും കൂടാതെ തെലുങ്കിലും കന്നഡയിലും അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ആഷിഖ് അബു സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഡാഡി കൂളിലെ വില്ലൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തമിഴിലെ മുൻകാല ഹീറോ മുരളി ഡാനിയേൽ ബാലാജിയുടെ ബന്ധുവാണ്. മുരളിയുടെ അമ്മാവന്റെ മകനാണ് ഡാനിയേൽ. അതേസമയം 48 വയസ്സായിട്ടും ഇതുവരെ വിവാഹം കഴിച്ചിരുന്നില്ല ഡാനിയേൽ ബാലാജി. ഒരു അഭിമുഖത്തിൽ ഡാനിയേൽ ബാലാജി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: 25ാമത്തെ വയസ്സിൽ ഞാൻ മനസ്സിലാക്കി എനിക്ക് വിവാഹം ശരിയാകില്ലെന്ന്. വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതല്ല. പക്ഷെ ഒരു 25 വയസ്സൊക്കെ ആയപ്പോഴേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംഭവിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. വിവാഹത്തെക്കുറിച്ച് അമ്മ ചോദിക്കുമ്പോൾ നോക്കിക്കോളൂ, പക്ഷെ നടക്കില്ലെന്നാണ് പറഞ്ഞത്. അമ്മ പല പെൺകുട്ടികളെയും കണ്ടു, പക്ഷെ ജാതകം ഒത്തില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ എൻ്റേത് ബ്രഹ്മചാരി ജാതകമാണ് എന്ന് കണ്ടു. വിവാഹം കഴിക്കാത്തത് വലിയൊരു വിഷമമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഡാനിയേൽ ബാലാജി അഭിമുഖത്തിൽ പറഞ്ഞു. സിനിമക്കൊപ്പം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും ഡാനിയേൽ ബാലാജി സജീവമാണ്. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായും വയോജനങ്ങൾക്കായും ഇദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവയവദാന പ്രോത്സാഹനത്തിന്റെ ക്യാമ്പയിനിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഡാനിയേൽ ബാലാജിയുടെ അപ്രതീക്ഷിത മരണം തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്.